മർച്ചന്റ് നേവി കോഴ്സസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം TME അഥവാ എഞ്ചിൻ കാഡറ്റ് ആയിട്ടാണ് ഷിപ്പിലേക്ക് ആദ്യമായി നിങ്ങൾ ജോലിക്ക് കയറാൻ നിൽക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഉണ്ടാവുന്ന ഡൗട്ടാണ് എന്താണ് TMEയുടെ ഡ്യൂട്ടീസ് എന്നുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് TME അഥവാ എഞ്ചിൻ കാഡറ്റ്സിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത്. ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവരും തംബ്നെയിലൊക്കെ കണ്ടിട്ടുണ്ടാവും എന്താണ് വീഡിയോ എന്നുള്ളതിനെ കുറിച്ചിട്ട്. ഷിപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, അതായത് മെർച്ചന്റ് നേവി ആയിട്ട് റിലേറ്റ് ചെയ്ത കോഴ്സസ്, മെയിനായിട്ട് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് വരുന്ന കോഴ്സസ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഷിപ്പിലേക്ക് ഫസ്റ്റ് കയറാൻ നിൽക്കുന്ന ഒരാൾക്ക് നല്ല ഡൗട്ട് ഉണ്ടാകും എന്താണ് TME അഥവാ എഞ്ചിൻ കാഡറ്റിന്റെ ഡ്യൂട്ടീസ് എന്നുള്ളത്. കാരണം അവരൊരു TME റാങ്കിലാണ് ഫസ്റ്റ് ഷിപ്പിലേക്ക് എൻട്രി ചെയ്യുന്നത്. അപ്പൊ അവരുടെ ഡ്യൂട്ടീസും അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് അറിയാതെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഇന്നത്തെ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആകും. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യണേ. മെർച്ചന്റ് നേവിയെ കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് ഒക്കെ കണ്ടോളൂ. ഞാൻ ഓൾറെഡി മെർച്ചന്റ് നേവിയുടെ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ മെർച്ചന്റ് നേവിയെ കുറിച്ചിട്ടുള്ള ഒട്ടുമിക്ക വീഡിയോസും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോഴെന്താണ് ഈ ഒരു TME അഥവാ എഞ്ചിൻ കാഡറ്റ് എന്നുള്ളത് നോക്കാം. മെറൈൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഷിപ്പിൽ ആദ്യമായിട്ട് ജോലിക്ക് കയറുന്നവരെ TME അതായത് ട്രെയിനി മെറൈൻ എഞ്ചിനീയർ അഥവാ 5th എഞ്ചിനീയർ അല്ലെങ്കിൽ എഞ്ചിൻ കാഡറ്റ് എന്നൊക്കെ പറയും. ഇങ്ങനെയുള്ളവരുടെ ഷിപ്പിലെ ഡ്യൂട്ടീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പൊ അവരുടെ ഡ്യൂട്ടീസും അവർക്കും ജോലി കാര്യങ്ങളൊക്കെ. എഞ്ചിൻ കാഡറ്റ് അഥവാ TME എപ്പോഴും സെക്കൻഡ് എഞ്ചിനീയറുടെ നിർദ്ദേശപ്രകാരമായിരിക്കണം ജോലി ചെയ്യേണ്ടത്. സെക്കൻഡ് എഞ്ചിനീയർ ആണ് അവരുടെ ഡ്യൂട്ടീസും അവർ എന്തൊക്കെ ഷിപ്പിൽ ചെയ്യേണ്ട ജോലികൾ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് സെക്കൻഡ് എഞ്ചിനീയർ ആണ്. അപ്പം ഒരു രാവിലെ ഡ്യൂട്ടിക്ക് കയറുന്ന സമയത്ത് സെക്കൻഡ് എഞ്ചിനീയർ എന്തൊക്കെ ഡ്യൂട്ടീസ് ആണോ ഈ ഒരു TMEയോട് പറയുന്നത് ആ ജോലികളൊക്കെ TME മുടങ്ങാതെ ചെയ്തിരിക്കണം. അപ്പം സെക്കൻഡ് എഞ്ചിനീയറുടെ അഡ്വൈസ് പ്രകാരം അല്ലെങ്കിൽ സെക്കൻഡ് എഞ്ചിനീയറുടെ ഒരു നിർദ്ദേശപ്രകാരമായിരിക്കും TMEയുടെ അല്ലെങ്കിൽ എഞ്ചിൻ കാഡറ്റിന്റെ ഡ്യൂട്ടീസ് ഒക്കെ വരുന്നത്. അതിൽ വരുന്ന മെയിൻ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഷിപ്പിലെ സൗണ്ടിങ് ചെയ്യുന്നത് ഈ TME ആയിരിക്കും. സൗണ്ടിങ് എന്ന് പറഞ്ഞാല് ഷിപ്പില് കുറേ ടാങ്കുകൾ ഉണ്ട് അല്ലെ. അപ്പൊ ആ ടാങ്കിന്റെ ഒക്കെ ഫ്ലൂയിഡ് ലെവൽ നോക്കണം, അതായത് ലിക്വിഡ് ലെവൽ നോക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ലിക്വിഡ് ലെവൽ എത്രയുണ്ട്, ഓക്കെ ആണോ, ലിക്വിഡിന്റെ ലെവലൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത് ഓരോ ദിവസവും ഈ TMEയുടെ ഡ്യൂട്ടിയാണ്. അപ്പൊ അതിലൊരു വലിയ പൈപ്പ് ടാങ്കിലേക്ക് കടത്തിയിട്ട് അതില് ഫ്ലൂയിഡിന്റെ അളവൊക്കെ മെഷർ ചെയ്ത് നോക്കുന്നതാണ് ഈ സൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു മെഷർമെന്റ് ഒക്കെ ചെയ്തതിന് ശേഷം അതിന്റെ ഓരോ ടാങ്കിലെയും ഫ്ലൂയിഡിന്റെ ലെവൽ ലിക്വിഡിന്റെ ലെവൽസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഒരു ബുക്കിൽ എഴുതി വെക്കുന്നതൊക്കെ ഈ ഒരു TMEയുടെ ഡ്യൂട്ടീസ് ആണ്. ഈ ഒരു ഡ്യൂട്ടി എല്ലാ ദിവസവും TME ചെയ്യേണ്ടതാണ്. ഓരോ ദിവസം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡേയിൽ മാത്രമേ ഈ ഒരു ജോലി ചെയ്യേണ്ടൂ എന്നുള്ളതല്ല. എല്ലാ ദിവസവും സൗണ്ടിങ് ചെയ്യുന്നത് TMEയുടെ ഡ്യൂട്ടിയാണ്. അതുപോലെ അത് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഒരു റെക്കോർഡിൽ, അതായത് ഒരു ബുക്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതും TMEയുടെ ഡ്യൂട്ടീസ് ആണ്. അതുപോലെ തന്നെ മറ്റ് എഞ്ചിനീയേഴ്സിന്റെ ഡ്യൂട്ടീസ് ഒക്കെ കണ്ടു പഠിക്കുകയും ഈ TMEs ചെയ്യണം. കാരണം TME റാങ്കിൽ നിന്ന് പ്രൊമോഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് 4th എഞ്ചിനീയർ, അങ്ങനെ ഓരോ പ്രൊമോഷൻ വൈസ് ആണ് കയറുന്നത്. സോ മറ്റ് എഞ്ചിനീയേഴ്സ് എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് ചെയ്യുന്നത് അതൊക്കെ നോക്കി പഠിക്കേണ്ടത് കൂടി ഈ TMEsന്റെ ഒരു ജോലിയാണ്. പിന്നെ ഷിപ്പിൽ അത്യാവശ്യം പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതും TMEsന്റെ അല്ലെങ്കിൽ എഞ്ചിൻ കാഡറ്റ്സിന്റെ ഡ്യൂട്ടീസ് തന്നെയാണ്. അപ്പൊ അവർ തന്നെയായിരിക്കും, ട്രെയിനി ആയിട്ടാണല്ലോ അവർ ജോലിക്ക് കയറുന്നത്. സോ എല്ലാ കാര്യങ്ങളും നോക്കി പഠിക്കുക, ബേസിക് ആയിട്ടുള്ള കുറച്ച് ജോലികളൊക്കെ ചെയ്യുക, ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഈ TMEയുടെ ഡ്യൂട്ടീസ് ആണ്. അതിൽ ഉൾപ്പെടുന്നത് തന്നെയാണ് ഈ പെയിന്റിംഗ് എന്ന് പറയുന്ന ജോലി. അതെപ്പോഴൊന്നും ഉണ്ടാവില്ല, പക്ഷെ വല്ലപ്പോഴും പെയിന്റിംഗ് ഒക്കെ ചെയ്യേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ പെയിന്റിംഗ് ഒക്കെ ചെയ്യേണ്ടതും ഈ TMEsന്റെ ഡ്യൂട്ടി തന്നെയാണ്. നെക്സ്റ്റ് അവർക്ക് പേപ്പർ വർക്ക്സും ഉണ്ടാവും. ഈ ഒരു സൗണ്ടിങ് ചെയ്യുക അല്ലെങ്കിൽ പെയിന്റിങ് ചെയ്യുക, അതുമാത്രമല്ല അവരുടെ ഡ്യൂട്ടീസ് വരുന്നത്, പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതും അപ് ടു ഡേറ്റ് ആയിട്ട് TMEs ചെയ്തിരിക്കണം. പിന്നെ മറ്റ് എഞ്ചിനീയേഴ്സ് ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് അവരുടെ നോക്കി പഠിക്കുക എന്ന് പറഞ്ഞു. നോക്കി പഠിക്കുന്നത് മാത്രമല്ല അവരുടെ ജോലിയിൽ സഹായിക്കുകയും കൂടി ഈ എഞ്ചിൻ കാഡറ്റ്സ് ചെയ്യണം. അങ്ങനെയാണല്ലോ ഓരോ മറ്റ് എഞ്ചിനീയേഴ്സിന് ഓരോ ഹെൽപ്പ് ചെയ്തു കൊടുത്തിട്ടാണ് അവർ ചെയ്യുന്ന ഡ്യൂട്ടീസിനെ കുറിച്ചിട്ട് കൂടുതൽ മനസ്സിലാക്കാനും അത് പഠിക്കാനും സാധിക്കുന്നത്. സോ മറ്റ് എഞ്ചിനീയേഴ്സിന്റെ ഡ്യൂട്ടീസ് കണ്ടു പഠിക്കുന്നതോടൊപ്പം അവരെ സഹായിക്കുന്നത് കൂടി ഈ എഞ്ചിൻ കാഡറ്റ്സിന്റെ ഡ്യൂട്ടീസ് ആണ്. നെക്സ്റ്റ് ബങ്കറിങ്ങിന്റെ ഇൻചാർജ് വരുന്നത് 4th എഞ്ചിനീയർക്കാണ്. സോ ബങ്കറിങ് നടക്കുന്ന സമയത്ത് 4th എഞ്ചിനീയറിനെ എല്ലാ രീതിയിലും സഹായിക്കേണ്ടത് TMEയുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് TME റാങ്കിൽ എത്തിപ്പെടുന്ന ഒരാൾക്ക് മെയിൻ ആയിട്ട് ഉണ്ടാവുന്ന ജോലികൾ അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടീസ് എന്ന് പറയാനുള്ളത്.
സോ വലിയ രീതിയിലുള്ള പണി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ ഇതുപോലെ മറ്റ് എഞ്ചിനീയേഴ്സിന്റെ നോക്കി പഠിക്കുക, അവരെ അസിസ്റ്റ് ചെയ്യുക, അതൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു TMEസിന് ഡ്യൂട്ടീസ് വരുന്നത്. സോ ഷിപ്പിലേക്ക് കയറുന്ന സമയത്ത് നിങ്ങൾ പലരും കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും, നല്ല പൈസ കിട്ടുന്ന ഒരു ഫീൽഡാണ്, അല്ലെങ്കിൽ നല്ല ലക്ഷറി ലൈഫ് ജീവിക്കാൻ പറ്റുന്ന ഒരു ലൈഫാണ് മെർച്ചന്റ് നേവി ലൈഫ് എന്നുള്ളത്. സോ ബേസ് ആയിട്ട് ഒരാൾ ആരും ഫസ്റ്റ് തന്നെ ഒരു ക്യാപ്റ്റൻ അല്ലെങ്കിൽ ഒരു ചീഫ് എഞ്ചിനീയർ ആയിട്ട് ഷിപ്പിലേക്ക് കയറുന്നവരല്ല. എല്ലാവരും ഈ ഒരു കാഡറ്റ് ബേസ് റാങ്കിലാണ് ഫസ്റ്റ് തന്നെ ജോയിൻ ചെയ്യുന്നത്. സോ അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട്. മെർച്ചന്റ് നേവിയിൽ സാലറി കിട്ടുന്നതോടൊപ്പം ലോട്ട് ഓഫ് മണി ഉള്ളതുപോലെ തന്നെ ലോട്ട് ഓഫ് എഫേർട്സും കൂടി ഈ ഒരു ഫീൽഡിൽ കൊടുക്കേണ്ടതാണ്. അല്ലാതെ വെറുതെ ഇരുന്ന് പൈസ ഉണ്ടാക്കുന്ന, ക്യാഷ് ഉണ്ടാക്കുന്ന ഒരു ജോലിയല്ല മെർച്ചന്റ് നേവി എന്ന് പറയുന്നത്. അതിൻ്റെതായ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. സോ മെർച്ചന്റ് നേവിക്ക് അതിൻ്റെതായ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ചിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പം ഈ ഒരു TMEനെ കുറിച്ചിട്ട് ഞാൻ എന്തെങ്കിലും ഇതിൽ ഉൾപ്പെടുത്താത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ, TME റാങ്കിന്റെ ഡ്യൂട്ടീസിനും കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാവുന്നതാണ്. അല്ല എങ്കിൽ നമ്മുടെ Instagram ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. മെർച്ചന്റ് നേവി റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്ത് വയ്ക്കാം. എനിക്ക് 2-3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട്. സോ ഞാൻ അതൊക്കെ നമ്മൾ പതിയെ ചെയ്യുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾ പറഞ്ഞ ടോപ്പിക്കിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യാതിരിക്കില്ല. അപ്പോൾ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടൊക്കെ വീഡിയോ വരുന്നതായിരിക്കും. ഇതൊക്കെ മുന്നേ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോ ആയതുകൊണ്ടാണ് പെട്ടെന്ന് ചെയ്തു പോകുന്നത്. സോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മെർച്ചന്റ് നേവി റിലേറ്റഡ് ടോപ്പിക്സിനെ കുറിച്ചിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കാം, റിപ്ലൈ തരുന്നതായിരിക്കും. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, താങ്ക് യു.